മെമ്മറി മാറിപ്പോയാൽ വീട് നിലനിൽക്കത്തില്ല. മലയാളത്തിൽ ഇങ്ങനെ പറയാം, കഥ മാറിപ്പോയാൽ കഥ കഴിഞ്ഞു പോകുമെന്നാണ് അതിൻ്റെ അർത്ഥം. വാട്ട് ഈസ് യുവർ സ്റ്റോറി? ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ത് കഥ? ഗ്രേസ് ആൻഡ് പ്രൈസ്, കൃപയുടെയും സ്തുതിയുടെയും കഥ. വീടുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷം, there is a conflict between the old narrative and the new narrative. പഴയ കഥയും പുതിയ കഥയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വീട്ടിൽ നിലനിൽക്കുന്നു. എന്തോ ഈ പഴയ കഥയും പുതിയ കഥയും? നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ കഥ ഇങ്ങനെ ലളിതമായി പറയാം, ശരിക്കുണ്ടില്ല, ശരിക്കുടുത്തില്ല, ശരിക്ക് ഉറങ്ങിയില്ല. ശരിക്ക് ഉണ്ടില്ല, ശരിക്ക് ഉടുത്തില്ല, ശരിക്ക് ഉറങ്ങിയില്ല. ഇപ്പോഴോ ശരിക്ക് ഉണ്ണാനെല്ലാം ഉണ്ട്, പക്ഷേ പണ്ട് വയറ്റത്തടിക്കുമായിരുന്നു, ഇപ്പം നെഞ്ചത്തടിക്കുക, കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. പണ്ട് വയറ്റത്തടിച്ചായിരുന്നു നമ്മൾ ജീവിച്ചത്. എന്താണെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല ഇതിനകത്ത്. ഇപ്പം മാർത്തോമക്കാരെല്ലാം നെഞ്ചത്തടിക്കുന്നത്. കാരണം എന്താ? ഇത് ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കല്യാണത്തിനൊക്കെ പോയാൽ നെഞ്ചത്തടിച്ച് തിരിച്ചു വരുക. കാരണം എന്താ? സിറ്റിയിലൊക്കെ ഇല്ലേ, ഞങ്ങൾക്കൊന്നും അത്രയില്ല, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇല്ലേ നീണ്ട ബൊഫേകളൊക്കെയാണ്. ശരിക്കും ഉടുത്തില്ല. ഇപ്പോൾ കാഞ്ചീപുരം ഇഷ്ടം പോലെ ഇരിക്കുക, പക്ഷെ ഉടുത്ത പിന്നു കുത്താൻ കൈ പോക്കുന്നില്ല. ഉടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ടച്ചാ, പക്ഷേ ഇതങ്ങോട്ട് ചേർത്ത് കുത്താനേ. പിന്നെ ശരിക്കും ഉറങ്ങിയില്ല. മിക്കവാറും വീടുകളിലെല്ലാം ഡോക്ടർ മാട്രസ് ആയിരിക്കും എന്നാലും വിചാരം. കാരണം എന്താ? 7.5 ഇഞ്ച് കനത്തിൽ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങിയ, പക്ഷേ മസിൽ കയറുന്നതുകൊണ്ട് ഉറക്കമില്ല. രാത്രി കാല് തിരുമ്മി തിരുമ്മി ഇടപാട് വരിക, വലിയ മെത്തയാ. ശരിക്കുണ്ടില്ല, ശരിക്കുടുത്തില്ല, ശരിക്കും ഉറങ്ങിയില്ല. ദ ഓൾഡ് നറേറ്റീവ്. നമ്മുടെ മക്കൾ പറഞ്ഞൊരു നറേറ്റീവ് ഉണ്ട്. ഒരു പോസ്റ്റ് മോഡേൺ ലാംഗ്വേജിൽ അവർ പറയുന്ന ഒരു വാക്യത, അവരിങ്ങനെ ഈ കാലത്തെ വ്യാഖ്യാനിക്കുന്നത്, ഡു ദെയർ ടൈം എന്ന് പറഞ്ഞാൽ അവര് ഈ ഒരു കൊച്ചു വാക്കിലാണ് അവരുടെ ലൈഫിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് പിടി കിട്ടിയോ? ഡു ദെയർ ടൈം എന്ന് പറഞ്ഞാൽ ഇന്നലെ നോക്കണ്ട, പിന്നെ നാളെ നോക്കണ്ട, പിന്നെ ഇന്ന് നോക്കിയാൽ മതി. ഇന്നലെയോ കുറേ പേരുണ്ടായിരുന്നു. നാളെയോ? ഞാൻ ഇവിടെ ഒരു വലിയ വെല്ലുവിളിയുണ്ട്. ഡിസ്കണ്ടിന്യൂറ്റി ഈസ് എ സിൻ. ഏത് ബന്ധവും അകാലത്തിൽ മുറിച്ചു കളയുന്നത് പാപമാണ്. വി ബിലീവ് ഇൻ എ ഗോഡ്, എ ഗോഡ് ഓഫ് ജനറേഷൻസ്. ഈ പുസ്തകം ചുമക്കുന്ന ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് ഒറ്റ വാക്കില, എന്താ? കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം. ഇഫ് യു ബിലീവ് ഇൻ ദിസ് ടെക്സ്റ്റ്, അതായി പറയുന്നത്. പക്ഷേ പുതിയ ജനറേഷന്, ഞാൻ അവരെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, അവർക്ക് ഇന്ന് ഒരു പോസ്റ്റ് മോഡേൺ സിസ്റ്റം ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണിത്. ഇന്നലകളെ അവർ ഹോൾഡ് ചെയ്യുന്നില്ല. പിന്നെ നാളെക്കുറിച്ചോ? 3 ആഴ്ച മുമ്പേ ഒരാരാധനയ്ക്ക് പോയ പള്ളിയിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയത് കോഴഞ്ചേരി സ്കൂൾസിൻ്റെ പ്രിൻസിപ്പലിൻ്റെ വീട്ടിലാണ്. ഊണ് കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ടീച്ചറിൻ്റെ വീട്ടിൽ റെസ്റ്റ് ചെയ്യാണ് ഞാൻ. കുറച്ച് നേരം വർത്തമാനം പറയാൻ സമയം കിട്ടി. ടീച്ചർ എന്നോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ സ്കൂളിൽ 140 LKG UKG സ്റ്റുഡൻസ് ഉണ്ട്.
അവർക്ക് ഹോംവർക്ക് കൊടുക്കുന്ന ഇങ്ങനെ 40 വിദ്യാർത്ഥികൾക്ക് ഹോംവർക്ക് ബുക്കിൽ എഴുതി കൊടുത്തു വിടും, ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു വിടും. 100 കുട്ടികൾക്ക് വോയിസ് മെസ്സേജാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്നാ ടീച്ചറെ അങ്ങനെ? അച്ഛാ, അതിൻ്റെ കാരണം ഈ 100 കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഗ്രാൻഡ് പേരൻസാണ്. അവർക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ല. മലയാളത്തിൽ വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കുക. നോക്കിയേ, കോഴഞ്ചേരി പട്ടണത്തിൽ പ്രൊപ്പോഷനില്ല. 40 പേരെ മാത്രം അപ്പനും അമ്മയും വളർത്തുന്നു, 100 പേരെ ഗ്രാൻഡ് പേരൻസ് വളർത്തുന്നു. എന്താണ് ഇതിൻ്റെ അപകടം? നിങ്ങൾ മനഃശാസ്ത്രവും മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് എന്നെ കേൾക്കുന്ന, എനിക്കറിയാം. അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഒരു കുട്ടിയെ 8 വയസ്സ് വരെയെങ്കിലും അപ്പൻ്റെയും അമ്മയുടെയും നടുവിൽ കൃത്യമായി വളർന്നിരിക്കണം. ഇല്ലെങ്കിൽ ദ ചൈൽഡ് ഈസ് ലോസ്റ്റ് എന്നാണ് മനഃശാസ്ത്രജ്ഞൻ പറയുന്നത്. 100 കുട്ടികൾ അപ്പൻ്റെയും അമ്മയുടെയും ആബ്സെൻസിൽ വളരുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? കുറ്റം പറയുന്നില്ല ഞാൻ, പക്ഷേ ഒരു പ്രിൻസിപ്പിൾ അവിടെ മാറിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസൗകര്യമുള്ളത് കൊണ്ടാണ് ഈ അപ്പനും അമ്മയും ഒക്കെ ഇവരെ വളർത്തുന്നത് കണ്ടാൽ നമുക്ക് വലിയ സങ്കടം തോന്നും. കാരണം 70-75 വയസ്സായ അമ്മച്ചി 2 കുപ്പി ധന്വന്തരം വാങ്ങിച്ച് വെച്ചിരിക്കുക. എന്തിനാ? ഈ ചെറുക്കനാണെങ്കിൽ ഹൈപ്പർ ആക്റ്റീവാ, നേരെ കിടന്നോടുക, അമ്മയും കൂടെ ഓടുക. ഈ അമ്മച്ചി വിശ്വസിച്ചെന്തോന്നറിയാമോ? 70 വയസ്സ് കഴിയുമ്പോഴെങ്കിലും അച്ഛൻ്റെ അടുക്കെ പോയി സേവികാ സംഘത്തിൻ്റെ ഒരു പ്രസംഗമൊക്കെ കേട്ട് പരിപ്പോടെ നിന്നിട്ട് തിരിച്ചു വരാമെന്നാ. ഇപ്പം സേവികാ സംഘത്തിന് പോക്ക് നിന്നു. കാരണം എന്താ? 1 2. ഇനി ഞാൻ അവരെ കുറ്റം പറയുന്നിരിക്കണ്ട. വേൾഡിനെ, ലോകത്തെ കീഴടക്കുന്ന 2-3 പ്രിൻസിപ്പിൾസ് അവിടെ തെറ്റിയിട്ടുണ്ട്. നമ്മുടെ മക്കൾ കല്യാണത്തിന് മുൻപേ സുഖിക്കണം, കല്യാണത്തിലും സുഖിക്കണം, കല്യാണത്തിന് ശേഷവും സുഖിക്കണം. ഇതാരുണ്ടാക്കി കൊടുത്ത പ്രിൻസിപ്പിളാ? ആരുണ്ടാക്കി കൊടുത്ത പ്രിൻസിപ്പിളാ? സേവിയാ സംഘക്കാരുണ്ടാക്കി കൊടുത്തതാണ്. എന്താ കാര്യം എന്നറിയോ? ഒരു ഗൾഫ് സിൻഡ്രോം മാർത്തോമാ സഭയ്ക്ക് നൽകിയ ഒരു അപകടമാണിത്. 25 വർഷം അപ്പനവിടെ അമ്മ ഇവിടെ, മക്കളെ വളർത്തി എഞ്ചിനീയറാക്കി നിർത്തി. ഈ അമ്മ എന്തോ എന്നറിയാമോ? ഈ മകനെ അടുക്കളയിൽ കയറ്റിയില്ല, അവന് യാതൊരു അസൗകര്യം ഉണ്ടാക്കിയില്ല. എൻ്റെ പൊന്നുമോൻ, ബാക്കി പറ, പഠിച്ചങ്ങ് വിടക്കനായി. നോക്കിക്കേ, 25 വർഷം അവൻ ശരിക്കും സുഖിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത സുഖം എന്തുവാ? കല്യാണം. 2 പേരുടെ കാനഡയിൽ പോയി ഷോർട്ട്സും ഒക്കെ ഇട്ട് ബർഗറും തിന്നുകൊണ്ട് നടക്കുമ്പോൾ ഈ കുഞ്ഞൊരു അസൗകര്യമാണ്. അപ്പോൾ ആലോചിച്ചപ്പോഴാണ് വെടിയിട്ടെ എന്തുവാ? അവിടെ ഒരു സേവിയാ സംഘക്കാരിയുണ്ട്, പഴയ യൗവനക്കാരും എന്നോട് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഈ ആരാധനയിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. ഡു യു ഹാവ് ദ കറേജ്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളായി തന്നെ വളരാനും വളർത്താനും? ദറ്റ് ഈസ് എ ഡിവൈൻ അനോയിൻറ്റിങ്. ഞാൻ കുറ്റം പറഞ്ഞതല്ല. അതിനുവേണ്ടിയല്ലയോ ദൈവം നമ്പുരാൻ നിങ്ങളെ വിളിച്ച് ആക്കിയിരിക്കുന്നത്? ഇന്ന് വീടുകൾ നറേറ്റീവ് കോൺഫ്ലിക്റ്റിലാണ് നിൽക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, അവർ പോകണം. പക്ഷേ ഞാൻ അടുത്ത സമയത്ത് ഒരു സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിൽ അങ്കിളിനോടും ആൻറ്റിയോടും ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങളുടെ മക്കൾ ഇംഗ്ലണ്ടിൽ പോയി BMW കാർ ഓടിച്ച് കാണുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നുമെന്ന് ചോദിച്ചു.
ഭയങ്കര സന്തോഷം തോന്നുന്നു വെച്ചാ, നല്ലതല്ലേ? തൊട്ട് പുറകിലെന്ന് അങ്കിൾ പറഞ്ഞു, എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എങ്ങനെ അങ്കിളെ ദേഷ്യം തോന്നാൻ കാരണം? അല്ല, എനിക്ക് പള്ളിയിൽ പോകാൻ സുരേന്ദ്രൻ്റെ ഓട്ടോറിക്ഷയേ ഉള്ളൂ, അവന് BMW അങ്ങനങ്ങ് മക്കൾ, കൊച്ചുമക്കൾ ബർഗറിൻ്റെ ഫോട്ടോ വൈകുന്നേരം 8 മണിക്ക് ഇട്ട് വരുന്നു. നമ്മളെന്തൊരു എന്തോ ചെയ്യുക, ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ കാച്ചിയ ഓട്സിൻ്റെ ബാക്കി എടുക്കുക. എന്തിനാ? ചൂടാക്കാൻ. ദർ ഇസ് എ സീരിയസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഞാൻ ഇന്ന് വീട് 3 വാക്കിലേക്ക് വഴിമാറുന്നു. വീടുകളിൽ ഗിൽറ്റ്, ഗ്രീഫ്, ഫിയർ, 3 വികാരങ്ങൾ വീടിനെ കീഴടക്കുന്നു. ഇന്ന് അന്തസ്സോടെ ജീവിച്ച്, അഭിമാനത്തോടെ ജീവിച്ച്, കൃപയോടെ ജീവിച്ച് പൂർത്തീകരിക്കേണ്ട വീടുകളിൽ 3 വാക്കുകൾ കടന്നു കയറുക. എന്തുവാ? കുറ്റബോധം. എന്തുവാ? നേരത്തെ ഇച്ചിരൂടെ നല്ലതുപോലെ കഴിക്കുകയും ഉടുക്കുകയൊക്കെ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ഗ്രീഫ്. എന്തുവാ? ഇന്നത്തെ ജീവിതം തൃപ്തികരമല്ല. നാളെക്കുറിച്ച് ഒരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എനിക്ക് നിങ്ങളോട് ഒരു ഗ്രേസ്ഫുൾ റിക്വസ്റ്റ് പറയാനാ ഇത് ഞാൻ പറഞ്ഞേ. ഇന്ന് ഒരുപാട് വീടുകളിൽ മക്കളോട് മാതാപിതാക്കൾക്കുള്ള അഫെക്ഷൻ ചെറുതായിട്ടെങ്കിലും കുറഞ്ഞു വരുന്നു. ഇനിയിപ്പം അവരെ ഒന്നും നോക്കിയിരുന്നിട്ട് ബാക്കി പറ. ഞാൻ നിങ്ങളെ തിരികെ ഒരു ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുക. ദാറ്റ് ഈസ് മൈ റിക്വസ്റ്റ്. നിങ്ങൾ കൃപയോടെ ദാനം നൽകിയ കുഞ്ഞുങ്ങളെ, അവരേത് സ്ഥലത്തോ ഏതിടങ്ങളിലോ ആയിരുന്നോട്ടെ, ഈ കൈക്ക് ഇനി ഒരു ഉപയോഗമുണ്ട്. എന്തിനാണെന്നറിയാം? ദിസ് ഈസ് ദ ടൈം ടു ബ്ലെസ് അവർ ചിൽഡ്രൻ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് രാജ്യത്തിരിക്കട്ടെ, അവരെങ്ങനെയാണോ സർവൈവ് ചെയ്യുന്നിരിക്കട്ടെ, ഇത് അവരെ അനുഗ്രഹിപ്പാനുള്ള കാലമാണ്. ദേ ഡോണ്ട് കം ബാക്ക്. പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റില്ലായിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മുടെ തലമുറയെ അനുഗ്രഹിപ്പാനാ ദൈവം നമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്യാൻ യു? നമുക്കത് സാധിക്കുമോ? ഇല്ലെങ്കിൽ നമ്മൾ കുറ്റബോധത്തിലും നിരാശയിലും ഭയത്തിലും വീണുപോകാൻ സാധ്യതയുണ്ട്. ദിസ് ഈസ് ദ ടൈം ടു ബ്ലെസ് അതേഴ്സ്.